ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ശാസം ബ്രോ. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഈ അവൻ്റെ ഒരു ചിരി നിനക്ക് മനസ്സിലായോ? ദൃശ്യം 3 ഇപ്പം എന്തിനായിരുന്നെന്ന് ശാസം ബ്രോ? ഏ ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരു 4-ാം ഭാഗം 5-ാം ഭാഗമൊക്കെ എന്തിന്? പടം ബ്രോ, പടം 3-ാം ഭാഗമോ 4-ാം ഭാഗമോ 5-ാം ഭാഗമോ ഇനിയിപ്പോൾ 10 ഭാഗം ഉണ്ടെങ്കിലും പടം നല്ലതാണെങ്കിൽ പടം ഓടും. ബ്രോയ്ക്ക് റിവ്യൂ പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ബ്രോയുടെ റിവ്യൂ പറയാനുള്ള അവകാശം എനിക്കുമുണ്ട്, ഈ വേറെ ആൾക്കാർക്കും ഉണ്ട്. പക്ഷേ അവർ 3 ഇറക്കും 4 ഇറക്കും 5 ഇറക്കും 6 ഇറക്കും എല്ലാം ഇറക്കും. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ദൃശ്യം 3യുടെ കളക്ഷൻ കണ്ടപ്പം എന്തിനാണ് ആ സിനിമ ഇറക്കിയെന്ന്. എന്താ പറയാ, ഓക്കെ. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ഒന്നുമില്ലേടേ ഓവേ, ഒന്നുമില്ലാണ്ടാണ് അവിടെ 250 കോടി കിട്ടിയത്. ഇവന്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, ദൃശ്യം 4-ലൊരു കഥാപാത്രം കൊടുക്കാൻ തോന്നും. എന്തൊരു ആക്ടിങ് ആടാ ഇത്. അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് എവറിത്തിങ്, ഫാമിലി. അതാണ് പറഞ്ഞത്. മെന്റൽ ഹെൽത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളൊരു ഘടകമാണ് ബ്രോ. വയസ്സ് കൂടി വരുമല്ലോ ജോർജ് കുട്ടിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിക്കൂടെ? എന്താണിത്? അതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഇത് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പേഴ്സണലി ഐ എം വെരി സാഡ് മാൻ. പേഴ്സണലി ഇവൻ ആ ഫ്രാഞ്ചൈസിൽ വെക്കാൻ തോന്നുന്നില്ല. അതിനുശേഷം അവനൊരു എന്താ പറയുക, ഒരു സ്പോയിലർ വീഡിയോ ചെയ്തു. അതിന് കുഴപ്പമില്ല അവന്. വേറെ ഞാൻ ഇതിൽ എക്സ്പെക്റ്റേഷൻ വരും. ഇത് ദൃശ്യമാണ്, ദൃശ്യത്തിൻ്റെ പാർട്ട് 3 ആണ്. വാട്ട് യു എക്സ്പെക്ട്? അത് നിന്റെ മാത്രം പ്രശ്നമാണ് ബ്രോ. ഓൾറെഡി ജിത്തു ജോസഫ് ഓൾറെഡി കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ടൈപ്പുള്ള പടമാണെന്ന്. ജോർജ് കുട്ടിയുടെ ഇമോഷനാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ ഇമോഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളൂ. പുറത്തുള്ളവർക്ക് ചിലപ്പോൾ മിക്സ്ഡ് ഒപ്പീനിയൻ ഉണ്ടാവും, പടം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയണേ. ഓക്കെ, കറക്റ്റായിട്ട് ഡയറക്ടർ കൺവേ ചെയ്തിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ ഇമോഷനാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്, പടത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അമിതമായ എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ ആയിരിക്കാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. യെസ് ബ്രോ, ദൃശ്യം 3യും കണ്ടു, അങ്ങനെ ശാസം ബ്രോൻ്റെ റിവ്യൂവും കണ്ടു. സോ റിവ്യൂ പറയുന്നതിനെ കുറിച്ച് ഒരു റിവ്യൂ ചാനൽ, അശ്വന്ത് കോക്ക്, ഉണ്ണി ബ്ലോഗ്സ്, ശാസം ആൻഡ് എന്തുകൊണ്ടായിക്കൂടാ അവർക്ക് റിവ്യൂ അറിയാമെങ്കിൽ റിവ്യൂ പറയുന്നതിനെ കുറിച്ച് ഒരു റിവ്യൂ ചാനൽ എടുത്തൂടെ? അതിനെക്കുറിച്ച് മാത്രമല്ല ജിബിൻ ടോക്സിൽ സംസാരിക്കുന്നത്, ഒരുപാട് ടോക്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, മുന്നോട്ടേക്കുള്ള വഴികളിൽ എനിക്ക് പ്രചോദനമാകുക. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ. ജിബിൻ ടോക്സ്. ബൈ ബൈ.